എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. എല്ലാരോടും പറയാം കേട്ടോ. കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ പറയാം കേട്ടോ. കരയുണ്ടായിരുന്നു ചുമച്ചിട്ടേ കരയുണ്ടവനെ. ഞാനിത് പറയണ്ട കേട്ടോ. കുറെ മാവന്മാരോട് പറയണ്ട, എല്ലാവരും സഹായിക്കും കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ ശരിയാക്കണം കേട്ടോ. എല്ലാരും കൂടി സഹായം ചെയ്ത് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് കുട്ടികളാണ്. ഒരുപാട് പൈസ ചെലവുണ്ട്. എല്ലാവരും എന്തെങ്കിലും സഹായിച്ച് എന്റെ മക്കളുടെയും ഭാര്യയും ഇതാക്കണം. സൗദിയിൽ എവിടെയായിരുന്നു ജോലി? സൗദി ദമാമിലായിരുന്നു. ദമാമിൽ എന്തായിരുന്നു? ക്രഷർ ഇലക്ട്രീഷന്റെ പണിയായിരുന്നു. ആണോ? ഇത് ഭാര്യക്ക് അസുഖമാണെന്ന് ഒന്നാണ് 500 റിയാൽ എനിക്ക് തന്നിട്ട് വന്നാണ്. ഒരു 500 റിയാൽ കയ്യിൽ പിടിച്ചോണ്ടാണ് വന്നത്. ഇപ്പോൾ ആ പൈസ എന്റെ അടുത്ത് തന്നെ ഉണ്ട്, മാറ്റിയിട്ട് പോലും ഇല്ല. ടിക്കറ്റ് പോലെ തരില്ല. പിന്നെ വേറെ ആൾക്കാർ കൂട്ടുകാരന്മാര് ടിക്കറ്റ് ഒക്കെ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരഞ്ഞ ആ അമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. ആലത്തൂര് ഇരട്ടക്കുളത്ത് ദീപിക എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മാരകമായ അസുഖം ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അമ്മയുടെ അവസ്ഥ എങ്ങനെ പറഞ്ഞറിയിക്കണം, അത് എത്ര ഗൗരവത്തിൽ നിങ്ങൾ എടുക്കുന്ന അറിയില്ല. കാരണം വയറിനകത്തുള്ള ചെറുകുടല് മുഴുവൻ ചീഞ്ഞു പോയിട്ട് വയറിനകത്തുനിന്ന് ചെറുകുടലും അതുപോലെ തന്നെ വൻകുടലിന്റെ ഒരു ഭാഗവും അത് മുഴുവൻ ആ വയറിനകത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ അമ്മ അവിടെ കിടക്കുകയാണ്. കാരണം ഇപ്പൊ ഭക്ഷണത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വായിലൂടെ കഴിക്കാനോ അതല്ലെങ്കിൽ മറ്റൊന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. ഈ TPN എന്ന് പറയുന്ന ഒരു പോഷകാഹാരം അത് ദ്രാവക രൂപത്തില് ശരീരത്തിലെ ഞരമ്പുകളിലൂടെ കുത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോ ആ ജീവൻ അവിടെ നിലനിർത്തി പോകുന്നത്. ഒരു ദിവസം 4000 രൂപ വെച്ച് ഇതിനു വേണ്ടിയിട്ട് അത് ചെലവഴിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ഓപ്പറേഷൻ, അതായത് ചെറുകുടൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇവർക്ക് വേണ്ടത്. ലോകത്ത് തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് ചെയ്തിട്ടുള്ളതും എന്നാൽ അത് വളരെ ചെലവേറിയ ഒന്നാണ്. 30 ലക്ഷം രൂപയാണ് അമൃത ആശുപത്രിയിൽ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെലവ് വരുന്നത്. മാത്രമല്ല സർജറി കഴിഞ്ഞാല് തുടർ ചികിത്സയ്ക്ക് അതിനേക്കാൾ ഏറെ ഇരട്ടി ചെലവ് കൂടിയാണ്. അത് മാത്രമല്ല ഇദ്ദേഹമാണെങ്കിൽ ഒരു പ്രവാസിയാണ്. 1000 രൂപയ്ക്ക് സൗദി അറേബ്യയിലെ ദമാമില് ക്രഷറിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഭാര്യയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞപ്പോ 500 റിയാലും കയ്യിൽ പിടിച്ച് നാട്ടിലേക്ക് വന്നത്. അദ്ദേഹം നേരത്തെ മാറ്റാതെ ആ 500 റിയാൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഭാര്യയുടെ അസുഖം അറിഞ്ഞതിന് ശേഷം അമൃത ആശുപത്രിയിലെ വീട്ടിലും ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ കടന്ന് കെട്ടിമറിയാം. ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ആശുപത്രിയിൽ ബില്ലടക്കാൻ പോലും പൈസ ഇല്ലാതെയാണ് ഈ കുടുംബം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം. എല്ലാ വീഡിയോ പോലെ ഇത് കാണരുത്. അത്രയ്ക്കും ഗൗരവമാണ് ഇവരുടെ സ്ഥിതി. ഞാൻ പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായം എത്തിക്കേണ്ട ഒരു കേസാണിത്. കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായങ്ങൾ എത്തിക്കണം. ഒരു തരത്തിലും ഇവരെ കൈവിടരുത്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ഇതൊരു അഭ്യർത്ഥനയായിട്ട് കണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.